നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. SDP-യുടെ പിന്തുണയിൽ UDF അധികാരത്തിൽ. LDF-ന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളോട് രാജിവെച്ചൊഴിയുവാൻ DCC നിർദ്ദേശം. നറുക്കെടുപ്പിലെ ഭാഗ്യം UDF-നെ തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം UDF-ന്. പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചു. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്രാംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDF-ന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CG രഘുനാഥ് ചൊവ്വന്നൂരിലെയും അഡ്വക്കേറ്റ് KK ഷിബു ചാവക്കാട്ടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. വാർത്തകൾ വിശദമായി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. SDP-യുടെ പിന്തുണയിൽ UDF അധികാരത്തിലെത്തി. LDF-ന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ 25 വർഷമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് UDF-ന് പിടിച്ചെടുക്കാനായി. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിപരീതമായി ചൊവ്വന്നൂർ പഞ്ചായത്ത് ഭരണം SDP-ഐ പിന്തുണയോടെ തിരിച്ചുപിടിച്ച് കോൺഗ്രസ്. ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2 SDP-ഐ അംഗങ്ങൾ നിരുപാധികം പിന്തുണച്ചതോടെയാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസ് നേടിയത്. ഭരണസമിതിയിൽ ആകെയുള്ള 14 അംഗങ്ങളിൽ LDF-ന് 6ഉം UDF-ന് 5ഉം SDP-ഐക്ക് 2ഉം BJP-ക്ക് 1ഉം എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ചൊവ്വന്നൂർ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഒരു ടേമിൽ 4 വർഷം മാത്രമാണ് UDF ഭരിച്ചിട്ടുള്ളത്. ബാക്കി കാലങ്ങളിലെല്ലാം LDF ആയിരുന്നു ഭരണം നടത്തിയത്. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായും സെബറ്റ വർഗീസ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂര മർദ്ദനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുകയും അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കൾ വരെ അഭിനന്ദിക്കുകയും കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി പ്രമോഷൻ നൽകുകയും ചെയ്ത വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സെബറ്റ. ബ്ലോക്ക്, ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്ന പതിവാണ് വർഗീസ് നേതൃത്വം നൽകുന്ന ചൊവ്വന്നൂരിലെ കോൺഗ്രസിനുള്ളത്. SDP-ഐ പിന്തുണയോടെ ഭരണം പിടിച്ചടക്കിയ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനങ്ങൾ രാജിവെച്ചെങ്കിലും ചൊവ്വന്നൂരിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞാലും രാജിവെക്കില്ലെന്ന നിലപാടിലാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്ഥിരമായി സന്ദർശിച്ച് അണികൾക്ക് ആവേശം പകർന്ന പഞ്ചായത്തിലാണ് SDP-യുടെ പിന്തുണയോടെ മണ്ഡലം ഭാരവാഹികളുടെ മൗനാനുവാദത്തോടെ കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ SDP-ഐ ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളുമായി അധികാരം പങ്കിടില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനെയെല്ലാം പുല്ലുവിലയാണ് ചൊവ്വന്നൂരിലെ കോൺഗ്രസ് നേതൃത്വം കൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടതില്ലെന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം. ആദ്യം തന്നെ പഞ്ചായത്തിലെ തെരുവ് നായ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കഴിയാവുന്ന നടപടികൾ തെരുവ് നായ ശല്യമാണ് പ്രഥമ പരിഗണന. അതുപോലെ തന്നെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം തീർക്കാനും അതുപോലെ പഞ്ചായത്തിന് വേണ്ട അടിസ്ഥാന വികസനങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി റോഡുകൾ, തകർന്നു കിടക്കുന്ന റോഡുകൾ, ഇതാണ് നമ്മുടെ പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കുന്ന വിഷയങ്ങൾ. പാർട്ടി നിർദ്ദേശപ്രകാരം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. നിലവിൽ UDF-ന് 5 അംഗങ്ങളാണുള്ളത്. അതിലേക്കാൾ 2 വോട്ട് കൂടുതൽ കിട്ടിയിട്ടാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഒരു പാർട്ടിയായിട്ടും യാതൊരു മുൻധാരണകളും ഉണ്ടാക്കിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ 25 വർഷത്തിൽ കൂടുതലുള്ള ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. കോൺഗ്രസ് നേതാവ് പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ പാർട്ടിയുമായിട്ടാണ് കോൺഗ്രസ് ചൊവ്വന്നൂരിൽ സഖ്യമുണ്ടാക്കിയതെന്ന് CPM. മതേതരത്വ പാർട്ടി എന്ന് അവകാശപ്പെടുകയും സ്വന്തം നേതാവിനെ കൊലപ്പെടുത്തിയ
SDPIയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ജനവിധിയെയും മതേതര ചിന്തകളെയും അട്ടിമറിക്കുകയാണെന്ന് ഏരിയ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ പഞ്ചായത്ത് CPM തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ KK സതീശൻ പറഞ്ഞു. ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടികൾ അറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് താൽപ്പര്യമുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ആ രീതിയിലാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥിതി. ഇത് വർഗീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുകയും വർഗീയ വിഷം കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വപരമായ പങ്ക് കോൺഗ്രസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ DCCയും അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും വളരെ പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കക്ഷികളുമായി പിന്തുണ വാങ്ങരുത്, വന്നാൽ അത് രാജിവെക്കണമെന്ന നിലപാടാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നത് കൂടി അറിയുന്നതിന് താല്പര്യമുണ്ട്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDPIയുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഭരണം നേടിയ കോൺഗ്രസ് മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തതെന്ന് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ വെളിപ്പെടുന്നത് എന്നും വർഗീയ ശക്തികൾക്കും അവരെ ചേർത്ത് പിടിക്കുന്നവർക്കുമെതിരെ ചൊവ്വന്നൂരിലെയും കേരളത്തിലെയും മതനിരപേക്ഷ സമൂഹം ശക്തമായി പ്രതികരിക്കുമെന്നും CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി SDPIയുമായി ഉണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നറുക്കെടുപ്പിലെ ഭാഗ്യം UDFനെ തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം UDFന്. പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചു. LDFനും UDFനും തുല്യ അംഗങ്ങളുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDFന് ലഭിച്ചത്. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. 19 വാർഡുകളിൽ 9 LDFും 9 UDFും 1 BJP. ഇങ്ങനെയാണ് കക്ഷിനില. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ LDFും UDFും തുല്യ വോട്ടുകൾ നേടി. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശുഭ അനിൽകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി AS ചന്ദ്രനുമാണ് മത്സരിച്ചത്. 2015ലും 2020ലും LDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. സ്വപ്ന രാമചന്ദ്രന്റെയും നിതീഷ് ചന്ദ്രന്റെയും വിജയത്തോടെ ഭരണം പൂർണ്ണമായും UDFന് ലഭിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ സ്വപ്ന രാമചന്ദ്രൻ ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വലിയ സന്തോഷവും അഭിമാനവുമുള്ള സമയമാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹം ഇന്ന് സഫലമായിട്ടിരിക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഒരു വാർഡിലെ പ്രസിഡന്റ് അല്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വേലൂരിലെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം. കഴിഞ്ഞ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു നിധീഷ് ചന്ദ്രൻ. ഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വേലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പുന്നൂർക്കുളം പഞ്ചായത്തിൽ UDFന് ചരിത്ര മുഹൂർത്തം. രൂപീകരണ കാലം മുതൽ LDFന്റെ കുത്തകയായിരുന്ന പഞ്ചായത്തിൽ ഹസൻ തളികശ്ശേരി ചരിത്രത്തിലെ ആദ്യ UDFന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ശനിയാഴ്ച കാലത്ത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ KH ആബിദ് ഹസൻ തളികശ്ശേരിയുടെ പേര് നിർദ്ദേശിക്കുകയും KP ധർമ്മൻ പിന്താങ്ങുകയും ചെയ്തു. LDFന് വേണ്ടി ശോഭാ പ്രേമൻ AD ധനീബിന്റെ പേര് നിർദ്ദേശിക്കുകയും MB സുജീഷ് പിന്താങ്ങുകയും ചെയ്തു. NDAയ്ക്ക് വേണ്ടി സീന സുരേഷ് ഷാജി തൃപ്പറ്റിന്റെ പേര് നിർദ്ദേശിക്കുകയും അനിത ധർമ്മൻ പിന്താങ്ങുകയും ചെയ്തു. ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF 9, LDF 7, NDA 4, SDPIയുടെ അസാധു വോട്ട് എന്നിങ്ങനെയായിരുന്നു ഫലം. പിന്നീട് 2ാം റൗണ്ടിൽ UDF LDF മത്സരിച്ചപ്പോൾ 9 വോട്ട് നേടി ഹസൻ തളികശ്ശേരി വിജയിച്ചതായി വരണാധികാരി പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. UDF പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും ഷാളണിയിച്ചും നിയുക്ത പ്രസിഡന്റിനെ അഭിനന്ദിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ സൈനബ ഷുക്കൂർ, LDFിലെ ശോഭാ പ്രേമൻ, NDAയിലെ അനിത ധർമ്മൻ എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ആദ്യ റൗണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് 9, LDFന് 6, NDA 4, അസാധു 2 എന്നിങ്ങനെയായിരുന്നു ഫലം. SDPIയുടെ മെമ്പറും 16ാം വാർഡിലെ LDF മെമ്പർ ജയന്തിയുടെ വോട്ടുമാണ് അസാധുവായത്. 2ാം റൗണ്ടിൽ UDF സ്ഥാനാർത്ഥിക്ക് 9 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 7 വോട്ടും ലഭിച്ചു.
NDA SDPI വോട്ട് അസാധുവാക്കി. പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ആൽത്തറയിൽ ആഹ്ലാദപ്രകടനവും ലഡുവിതരണവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലതയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. വരണാധികാരി അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഗോപകുമാർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ബിന്ദു ധർമ്മൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ ബിന്ദു ധർമ്മന്റെ പേര് മെമ്പർ ബിന്ദു ടീച്ചർ നിർദ്ദേശിച്ചു. 5ാം വാർഡ് മെമ്പർ TA ശശി പിന്താങ്ങി. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിഷ രാഗത്തിന്റെ പേര് 12ാം വാർഡ് മെമ്പർ ബിനീഷ് സുഭാഷ് നിർദ്ദേശിക്കുകയും 2ാം വാർഡ് മെമ്പർ സുഹൈൽ പിന്താങ്ങുകയും ചെയ്തു. ആകെ പോൾ ചെയ്ത 22 വോട്ടിൽ ബിന്ദു ധർമ്മനെ 16 വോട്ടും നിഷ ആരോഗ്യത്തിന് 6 വോട്ടും ലഭിച്ചു. ഇതോടെ 16 വോട്ട് ലഭിച്ച ബിന്ദു ധർമ്മനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതായി മുഖ്യ വരണാധികാരി AP ജിജി അറിയിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 20ാം വാർഡ് വില്ലന്നൂരിൽ നിന്ന് ബിന്ദു വിജയിച്ചത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ധർമ്മനെ ആദ്യം പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. തുടർന്ന് LDF നേതാക്കൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പൊന്നാടയണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും അനുമോദിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുമെന്ന് ബിന്ദു CCTVയോട് പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റായി സിനി പ്രസാദും വൈസ് പ്രസിഡന്റായി ജിഷ സുനിൽകുമാറും ചുമതലയേറ്റു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ മനോജ് അധ്യക്ഷത വഹിച്ചു. 12ാം വാർഡ് അംഗം സിനി പ്രസാദിന്റെ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 15ാം വാർഡ് അംഗം സച്ചിൻ പ്രകാശ് നിർദ്ദേശിച്ചു. 3ാം വാർഡ് അംഗം ജുലറ്റ് ബിനു പിന്താങ്ങി. ഭരണസമിതിയിലെ 7 UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയതോടെ എതിർ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ സിനി പ്രസാദ് ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 13ാം വിവാഹ വാർഷിക ദിനത്തിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്ത സിനിയെ ഭർത്താവ് പ്രസാദ്, മക്കളായ ശ്രീനന്ദ്, ശ്രീലക്ഷ്മി എന്നിവർ ഹാരമർപ്പിച്ച് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് നിന്ന് ജിഷ സുനിൽകുമാറും UDFിൽ നിന്ന് KL പോൾസണും മത്സരിച്ചു. ഇതിൽ 7-നെതിരെ 13 വോട്ടുകൾ നേടി ജിഷ വിജയിച്ചു. ജിഷയുടെ പേര് 5ാം വാർഡ് അംഗം CA ലിജു നിർദ്ദേശിച്ചു. 18ാം വാർഡിൽ നിന്നുള്ള ശൈല പുഷ്പാകരൻ പിന്താങ്ങി. KL പോൾസിന്റെ പേര് 9ാം വാർഡ് അംഗം TO സെബി നിർദ്ദേശിച്ചു. 6ാം വാർഡ് അംഗം അനുഷ ഷാഫർ പിന്താങ്ങി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച സിനി പ്രസാദ്, ജിഷ സുനിൽകുമാർ എന്നിവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി ബൊക്കെ നൽകി അനുമോദിച്ചു. തുടർന്ന് ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി AM മാറ്റ്ലി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി MB പ്രവീൺ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ TO സെബി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PB അനൂപ്, M പീതാംബരൻ, CJ ജിജു മാസ്റ്റർ, PK രാജൻ മാസ്റ്റർ, ജോർജ് കൂനമൂച്ചി, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രേഖ സുനിൽ, മുൻ വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച UDF നടപടി പ്രതിഷേധാർഹമാണെന്ന് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ MB പ്രവീൺ പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചടങ്ങ് ബഹിഷ്കരിച്ച UDF നിലപാടിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണം. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതയ്ക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ എല്ലാ നുണപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സിനി പ്രസാദിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. ശനിയാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച ഉടൻ തന്നെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച UDF അംഗങ്ങൾ കാരണമൊന്നും അറിയിക്കാതെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. പട്ടികജാതി വനിത പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിലുള്ള അസഹിഷ്ണുതയാണ് UDFന്റെ നിലപാടിൽ പ്രകടമാകുന്നത് എന്നും പ്രവീൺ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും BJPയുമായി ധാരണയുണ്ടാക്കിയിട്ടും നാണം കെട്ട പരാജയമാണ് UDFന് നേരിടേണ്ടി വന്നത്. ഇനിയൊരു കാലത്തും ചൂണ്ടൽ പഞ്ചായത്ത് ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാത്തവിധം തകർന്നടിഞ്ഞ UDFന്റെ ഏറ്റവും നികൃഷ്ടമായ ദളിത് വിരുദ്ധ മുഖമാണ് ബഹിഷ്കരണ പ്രക്രിയയിലൂടെ പുറത്തുവന്നത്. UDFന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിക്കാൻ മുഴുവൻ ബഹുജനങ്ങളും രംഗത്ത് വരണമെന്നും MB പ്രവീൺ വ്യക്തമാക്കി. ഇവിടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അംഗങ്ങളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ UDF ഒരു കാരണവുമില്ലാതെ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഒരു വനിത പട്ടികജാതി അംഗം
ഇവിടെ പ്രസിഡന്റ് ആകുന്നു എന്നതിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് UDF ഇറങ്ങിപ്പോയ ഈ നിലപാടിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ്. മുഴുവൻ ജനാധിപത്യ വിശ്വാസങ്ങൾ ഇതിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുന്നു. കണ്ടാണശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായി MP സജീബ്, വൈസ് പ്രസിഡന്റായി CK സുദീപ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷാംഗങ്ങളായ ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ 11-ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ജോൺ കാക്കശ്ശേരിയെ 4-നെതിരെ 13 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സജീബ് വിജയിച്ചത്. ഉച്ചയ്ക്ക് 2:30-ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CK സുദീപ കോൺഗ്രസിലെ ലിയ ജോജോയെയാണ് പരാജയപ്പെടുത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് MP സജീബിന്റെ പേര് VV തിലകൻ നിർദ്ദേശിക്കുകയും ഗംഗാധരൻ മാസ്റ്റർ പിന്താങ്ങുകയും ചെയ്തു. ജോൺ കാക്കശ്ശേരിയുടെ പേര് ആൻലി ജിബി നിർദ്ദേശിച്ചു. സിമി സ്റ്റെൽസൺ പിന്താങ്ങി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുദീപയുടെ പേര് നിവ്യ റനീഷ് നിർദ്ദേശിച്ചു. സൗമ്യധനൻ പിന്താങ്ങി. ലിയോ ജോജോയുടെ പേര് നിർദ്ദേശിച്ചത് ജോൺ കാക്കശ്ശേരിയും പിന്താങ്ങിയത് സിമി സ്റ്റെൽസണുമായിരുന്നു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ വരണാധികാരിയായി. വിജയത്തെ തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അനുമോദന യോഗം ചേർന്നു. വരണാധികാരി A മൊയ്തീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇരുവരെയും ഹാരാർപ്പണം നടത്തി. മധുരം പങ്കുവച്ചും പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി KU സരിതയെയും വൈസ് പ്രസിഡന്റായി അശോകൻ മൂക്കോലയെയും തെരഞ്ഞെടുത്തു. ശനിയാഴ്ച രാവിലെ 11-നും ഉച്ചയ്ക്ക് 2:30-ക്കുമായി നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് സരിതയെയും അശോകനെയും തെരഞ്ഞെടുത്തത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KU സരിതയുടെ പേര് സനിൽ കുന്നത്തുള്ളി നിർദ്ദേശിക്കുകയും ശ്രീബിത ഷാജി പിന്താങ്ങുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്നും മത്സരിച്ച ലിസി വർഗീസിനെ 5-നെതിരെ 12 വോട്ടുകൾ നേടിയാണ് സരിത പരാജയപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അശോകൻ മൂക്കോലയ്ക്ക് എതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പ്രസാദ് വാഗയാണ് മത്സരിച്ചത്. അശോകന്റെ പേര് തുളസി രാമചന്ദ്രൻ നിർദ്ദേശിക്കുകയും KR രഞ്ജിത്ത് പിന്താങ്ങുകയും ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് 12 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. 18-അംഗ ഭരണസമിതിയിൽ LDF-ന് 12 അംഗങ്ങളും UDF-ന് 5 അംഗങ്ങളും ഒരു BJP അംഗവുമാണുള്ളത്. BJP അംഗം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ചേർന്ന അനുമോദന യോഗത്തിൽ വരണാധികാരി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഇടതുമുന്നണി പ്രവർത്തകർ ഹാരവും ഷാളും അണിയിച്ചും ബൊക്കെ നൽകിയും അഭിനന്ദിച്ചു. പ്രസിഡന്റായി ചുമതലയേറ്റ KU സരിത അനുമോദന യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി VM മനാഫിനെ തെരഞ്ഞെടുത്തു. 14-ാം വാർഡ് അംഗം VM മനാഫിനെ ഉമ്മർ ഹാജി നിർദ്ദേശിക്കുകയും CS രമണൻ പിന്താങ്ങുകയും ചെയ്തു. CPM 2-ാം വാർഡ് അംഗം MS പ്രകാശിനെ റാഹില വഹാബ് നിർദ്ദേശിക്കുകയും AK മുനീർ പിന്താങ്ങുകയും ചെയ്തു. വരണാധികാരി ബിന്ദു ഫ്രാൻസിസ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. മനാഫിന് 12 വോട്ടും പ്രകാശിന് 4 വോട്ടുകൾ ലഭിച്ചു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രസിഡന്റായി VM മനാഫ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ മനാഫിന് അഭിനന്ദനങ്ങൾ നേർന്നു. CH റഷീദ്, PV ഉമ്മർ കുഞ്ഞി, PK ബഷീർ, PM മുജീബ്, KD വീരമണി, ചാലിൽ ഫൈസൽ, C മുസ്താഖ് അലി, സാലിഹ ഷൗക്കത്ത്, ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്ര അംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDF-ന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പതിറ്റാണ്ടായി തങ്ങളുടെ പക്കലുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം അതീവ നാടകീയമായ നീക്കങ്ങളിലൂടെ LDF നിലനിർത്തി. ആകെയുള്ള 14 ഡിവിഷനുകളിൽ 7 LDF-ഉം ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 7 UDF-ഉം വീതം പങ്കിട്ടതോടെ ഭരണം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ വാർഡ് 13 തളിയിൽ നിന്നും UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ LDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇതോടെയാണ് LDF കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി വിജയം സാധ്യമായത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ LDF-ന്റെ KV നഫീസ 8 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ഷാനവാസിന് 6 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്ര അംഗത്തിന്റെ അപ്രതീക്ഷിത പിന്തുണയോടെ വടക്കാഞ്ചേരി ബ്ലോക്കിൽ LDF തുടർഭരണം ഉറപ്പിച്ചു.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്ത UDF സ്വതന്ത്ര അംഗം ജാഫറിനെതിരെ വ്യാപക പ്രതിഷേധം. UDF പ്രവർത്തകർ വരവൂരിൽ ജാഫറിന്റെ കോലം കത്തിക്കുകയും എരുമപ്പെട്ടിയിൽ ജാഫറിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 14 സീറ്റിൽ 7 LDF, 7 UDF ഇങ്ങനെയാണ് കക്ഷിനില. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ജാഫർ തള്ളി ഡിവിഷനിൽ നിന്ന് UDF സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കാലുമാറി LDFന് വോട്ട് ചെയ്തു. തുടർന്ന് 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV നഫീസ വിജയിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDFനാണ് ലഭിച്ചത്. UDF അനുഭാവികളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിനു ശേഷം കൂറുമാറ്റം നടത്തി വിശ്വാസവഞ്ചന കാട്ടിയ ജാഫർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഫറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിൽ ജാഫറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡിലെ ചിത്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, MC ഐജു, AU മനാഫ്, അമൃത ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ അഡ്വക്കേറ്റ് KK ഷിബുവിനെ തെരഞ്ഞെടുത്തു. ഷിബുവിനെ VM ഷാഹിദ് നിർദ്ദേശിച്ചു. CV മുരളി പിന്താങ്ങി. LDFന് 2 അംഗങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. ടൗൺ പ്ലാനർ ഡോക്ടർ പ്രദീപ് ഭരണാധികാരിയായി. മത്സരമില്ലാത്തതിനാൽ KK ഷിബുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, HM നൌഫൽ, ലത്തീഫ് പാലിയൂർ തുടങ്ങിയവർ പുതിയ സാരഥിയെ അനുമോദിച്ച് സംസാരിച്ചു. ഇടതോരം മാറാതെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 16-അംഗ ഭരണസമിതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സമ്പൂർണ്ണ വിജയം നേടിയപ്പോൾ ഇക്കുറി 3 സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIM ഏരിയ കമ്മിറ്റി അംഗവും പോർക്കുളം ഡിവിഷൻ അംഗവുമായ CG രഘുനാഥിനെയും വൈസ് പ്രസിഡന്റായി പന്നിത്തടം ഡിവിഷനിൽ നിന്നുള്ള അംഗം KR സിമിയെയും തെരഞ്ഞെടുത്തു. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ CG രഘുനാഥ് വെള്ളറക്കാട് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസിലെ ആൻഡോ പോളിനെയാണ് പരാജയപ്പെടുത്തിയത്. തയ്യൂർ ഡിവിഷനിൽ നിന്നുള്ള മഞ്ജുഷ ടീച്ചറെ പരാജയപ്പെടുത്തിയാണ് KR സിമി വിജയിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി. ബ്ലോക്ക് പഞ്ചായത്തിലെ 16-അംഗ ഭരണസമിതിയിൽ 13 LDF അംഗങ്ങളും 3 UDF അംഗങ്ങളുമാണുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച CG രഘുനാഥ്, KR സിമി എന്നിവരെ അനുമോദിച്ച് യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ LDF നേതാക്കളായ TK വാസു, KF ഡേവിസ്, KT ഷാജൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. കഴിഞ്ഞ ഭരണസമിതികളിൽ തുടർന്നു വരുന്ന വികസന പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തുടരുമെന്ന് പ്രസിഡന്റായി ചുമതലയേറ്റ CG രഘുനാഥ് CCTVയോട് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് കഴിഞ്ഞ ഭരണസമിതി. അതിൻ്റെ തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ആ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്ക് താങ്ങായി നിൽക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നാണ് പുതിയ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. കുന്നംകുളത്തെ MLA ശ്രീ AC മൊയ്തീൻ അവരുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കുന്നംകുളം ഒരു സ്പോർട്സ് ഹബ്ബായി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ കുന്നംകുളത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ് കുന്നംകുളത്ത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കായിക രംഗത്തെ പ്രവർത്തനങ്ങളും കൂടി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് യുവാക്കളെ സംഘടിപ്പിച്ച് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. KA ജ്യോതിഷ് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണി പോർക്കുളത്ത് അധികാരത്തിലെത്തുന്നത്. ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 5-ാം വാർഡ് കൊങ്ങണ്ണൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ജ്യോതിഷിന്റെ പേര് 8-ാം വാർഡ് മെമ്പർ K ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചു. 7-ാം വാർഡ് മെമ്പർ P പ്രവീൺ കുമാർ പിന്താങ്ങി. LDFിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച 13-ാം വാർഡ് പോർക്കുളം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിജയിച്ച സിന്ധു ബാലന്റെ പേര് 4-ാം വാർഡ് മെമ്പർ KP രമേഷ് നിർദ്ദേശിക്കുകയും 3-ാം വാർഡ് മെമ്പർ സുമയ്യ ഷറഫുദ്ദീൻ പിന്താങ്ങുകയും ചെയ്തു. ഒരു സീറ്റ് മാത്രമുള്ള BJP മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 14 വാർഡുകളിൽ നിന്നും പോൾ ചെയ്ത 13 വോട്ടുകളിൽ 8 എണ്ണം ജ്യോതിഷിനും 5 വോട്ട് സിന്ധു ബാലനും ലഭിച്ചു. 8 വോട്ടുകൾ നേടിയ ജ്യോതിഷ് വിജയിച്ചതായി മുഖ്യഭരണാധികാരി യേശുദാസ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ജ്യോതിഷ് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസി ഡേവിഡ് ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജ്യോതിഷിനെ അഭിനന്ദിച്ചു. തുടർന്ന് UDF നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു.
10 വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ഇന്നിവിടെ സ്ഥാനമേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. ശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് ഈ സമൂഹത്തിൻ്റെ, ഈ നാടിൻ്റെ, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള പിന്തുണയും സഹായവും സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 8 വോട്ടുകൾ നേടി 10ാം വാർഡ് കല്ലഴിക്കുന്നിൽ നിന്നും വിജയിച്ച തുഷാര സുബീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. LDFന് തുടർഭരണം ലഭിച്ച ഇരുമുപ്പെട്ടി പഞ്ചായത്തിൽ പ്രസിഡന്റായി CPMലെ ബിന്ദു ഗിരീഷിനെയും വൈസ് പ്രസിഡന്റായി CPMലെ തന്നെ കൊടുമ്പിൽ മുരളിയെയും തെരഞ്ഞെടുത്തു. UDFലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മീന ശലമോനും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി NK കബീറുമാണ് മത്സരിച്ചത്. ആകെയുള്ള 19 വാർഡുകളിൽ LDF 10, UDF 8, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്ര സ്ഥാനാർത്ഥി K ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയില്ല. കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും 2015-2020 വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബിന്ദു ഗിരീഷ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കൊടുമ്പിൽ മുരളി 4ാം തവണയാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന വിശ്വനാഥായിരുന്നു വരണാധികാരി. തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്തലാൽ, AK കണ്ണൻ, UK മണി, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ MS സിദ്ധൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PC അബാൽമണി, M നന്ദീഷ് എന്നിവർ പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഹാരാർപ്പണം നടത്തി. തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. UDFലെ ജിൽസി ബാബു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്. 16ാം വാർഡ് മെമ്പർ ജിൽസിയെ 9ാം വാർഡ് അംഗം നബീൽ NMK നിർദ്ദേശിക്കുകയും 2ാം വാർഡ് അംഗം അജയ്കുമാർ വൈലേരി പിന്താങ്ങുകയും ചെയ്തു. LDFലെ രുക്മ്യ സുധീറിനെ 4ാം വാർഡ് അംഗം ഷനിൽ നിർദ്ദേശിക്കുകയും നിഷിത ബാബു പിന്താങ്ങുകയും ചെയ്തു. വരണാധികാരി സെബീന പരിത് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. UDF സ്ഥാനാർത്ഥി ജിൽസി ബാബുവിന് 12 വോട്ട്, LDFലെ രുക്മ്യ സുധീറിന് 5 വോട്ടും ലഭിച്ചു. 1 വോട്ട് അസാധുവായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മുൻ പ്രസിഡന്റും 9ാം വാർഡ് അംഗവുമായ കോൺഗ്രസിലെ നബീൽ NMKയെ ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. RM ബക്കർ നിർദ്ദേശിക്കുകയും K റഷീദ് പിന്താങ്ങുകയും ചെയ്തു. LDFലെ അശോകൻ എടക്കാട്ടിനെ ജിതേഷ് നിർദ്ദേശിക്കുകയും ബീന സുരേന്ദ്രൻ പിന്താങ്ങുകയും ചെയ്തു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കടകമ്പാൽ പഞ്ചായത്ത് ഭരണം UDFന്. കോൺഗ്രസിലെ K ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. ശനിയാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 11ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച K ജയശങ്കറിന്റെ പേര് 5ാം വാർഡ് മെമ്പർ KM റസാഖ് നിർദ്ദേശിച്ചു. 12ാം വാർഡ് മെമ്പർ മിനി ടീച്ചർ പിന്താങ്ങി. LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച 16ാം വാർഡ് പെങ്ങാമുക്കിൽ നിന്നും CK സദാനന്ദൻ മാസ്റ്ററുടെ പേര് 3ാം വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി നിർദ്ദേശിച്ചു. 10ാം വാർഡ് മെമ്പർ PM അലി പിന്താങ്ങി. BJP മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 18 വോട്ടിൽ പോൾ ചെയ്ത 17-ൽ 9 വോട്ട് ജയശങ്കറിനും 8 വോട്ട് സദാനന്ദൻ മാസ്റ്റർക്കും ലഭിച്ചു. 9 വോട്ട് ലഭിച്ച ജയശങ്കർ വിജയിച്ചതായി മുഖ്യവരണാധികാരി റിയ ജോസഫ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പ്രസിഡന്റായി സ്ഥാനമേറ്റ ജയശങ്കറിനെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് ബൊക്കെ നൽകി അഭിനന്ദിച്ചു. തുടർന്ന് UDF നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചു. 10 വർഷത്തിനു ശേഷം ഭരണം UDFന്റെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളോടുള്ള നന്ദിയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും സ്ഥാനമേറ്റതിനു ശേഷം ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ 2025-2030 കാലയളവിലെ ഭരണസമിതിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടന്നു വരാൻ കഴിയാൻ പറ്റാവുന്ന ഒരു ജനകീയ പഞ്ചായത്തായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന് മാറ്റണം. വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് സർവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.
വരവൂർ പഞ്ചായത്തിൽ LDF-ലെ UB കണ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. UDF-ലെ TM നാസറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആകെ 16 സീറ്റിൽ 9 LDF, 4 UDF, 2 BJP, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. 9 വോട്ടുകൾക്കാണ് UB കണ്ണൻ വിജയിച്ചത്. UDF-ന് 4 വോട്ടുകൾ ലഭിച്ചു. BJP അംഗങ്ങളും 1 സ്വതന്ത്രനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വർഷങ്ങളോളമായി LDF ആണ് വരവൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. പുന്നൂർ പഞ്ചായത്തിൽ UDF-ലെ റസ്ല റഹീം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. LDF-ൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ച UDF ഇക്കുറി വലിയ മുന്നേറ്റമാണ് പഞ്ചായത്തിൽ നടത്തിയത്. വരണാധികാരി കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസർ P. ബാബുമോൻ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 5 വോട്ടുകൾക്കെതിരെ 16 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായി റസ്ല റഹീമിനെ വാർഡ് 9-ലെ കോൺഗ്രസ് അംഗം IP രാജേന്ദ്രൻ നിർദ്ദേശിച്ചു. 8-ാം വാർഡ് അംഗം മുസ്ലിം ലീഗിലെ RP ബഷീർ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥിയായി 6-ാം വാർഡിലെ CPM അംഗം ഷൈബ ദിനേശനെ 4-ാം വാർഡിലെ ബാബു മാസ്റ്റർ നിർദ്ദേശിച്ചു. 10-ാം വാർഡിലെ CPI അംഗം ഷെഫീന മുനീർ പിന്തുണച്ചു. 22-അംഗ പഞ്ചായത്ത് സമിതിയിൽ UDF 17 അംഗങ്ങളും LDF 5 അംഗങ്ങളുമാണുള്ളത്. CPIM അംഗം ഷൈബ ദിനേശിന് 5 വോട്ട് ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി റസ്ല റഹീമിന് 16 വോട്ട് ലഭിച്ചു. ഒരു ലീഗ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. വാർഡ് 22-ൽ നിന്നുള്ള അബ്ദുസലീം കുന്നമ്മത്തിന്റെ വോട്ടാണ് സാങ്കേതിക തടസ്സം ഉന്നയിച്ച വരണാധികാരി അസാധുവായി പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ റസ്ല റഹീമിനെ പാർട്ടി നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് ഷോൾ അണിയിച്ച് അഭിനന്ദിച്ചു. തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച IP രാജേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. 9-ാം വാർഡ് UDF അംഗമാണ് രാജേന്ദ്രൻ. LDF-ന് 3-ാം തുടർഭരണം ലഭിച്ച കടങ്ങോട് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് KM നൌഷാദിനെ പ്രസിഡന്റായും അനില ജോസഫിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF-ലെ PN വിഷയകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആമിന സുലൈമാനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. ആകെ 21 സീറ്റിൽ 11 LDF-ഉം 9 UDF-ഉം 1 BJP ഇങ്ങനെയാണ് കക്ഷിനില. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നും. അഡ്വക്കേറ്റ് KM നൌഷാദിനെ 11 വോട്ടും PN വിഷയകുമാറിന് 9 വോട്ടും ലഭിച്ചു. LDF ധാരണ പ്രകാരം CPI അംഗമായ അനില ജോസഫിന് 3 വർഷത്തേക്കാണ് ആദ്യ ടേമിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. അവസാന 2 വർഷം CPM-ന് ഉപാധ്യക്ഷ പദവി നൽകും. തലപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ഷാബു ആയിരുന്നു വരണാധികാരി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദിനെയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അനില ജോസഫിനെയും LDF നേതാക്കളും പ്രവർത്തകരും ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന ശേഷം നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് തിടമ്പ് എഴുന്നള്ളിച്ച് പ്രദക്ഷിണത്തിന് ശേഷം മേളം ആരംഭിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് നിറമാല, നാദസ്വരം, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയുണ്ടാകും. നിറമാല ആഘോഷം CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കണ്ണൻ കളഭത്തിലാറാടിയ കണ്ണനെ ഒരു നോക്ക് കാണുവാൻ ഭക്തസഹസ്രങ്ങളെത്തി. പഞ്ചഗവ്യാഭിഷേകത്തോടെ എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലെ കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യപ്രസിദ്ധിയാർജിച്ചതുമാണ്. സാധാരണത്തേക്കാൾ ഇരട്ടി അനുപാതത്തിൽ ചന്ദനവും കുങ്കുമവും ചേർത്താണ് അഭിഷേകത്തിനുള്ള കളഭം തയ്യാറാക്കിയത്. കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. പിന്നീട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നുള്ള നാരായണനാമ സങ്കീർത്തനങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് സാമൂദ്രിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടന്നത്. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞായറാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാഭിഷേകത്തോടെ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് സമാപനമായി. ക്ഷേത്രത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വക വിളക്കാഘോഷവും ഉണ്ടായിരുന്നു. പഴഞ്ഞി അയനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് നട തുറന്ന ശേഷം നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടാകും. ഉച്ചയ്ക്ക് പ്രാദേശിക പൂരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 5:30 കൂട്ടി എഴുന്നള്ളിപ്പ് ഉണ്ടാകും. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കാവടി, തെയ്യം, തിറ, വരവ്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക എന്നിവയെ തുടർന്ന് നാടകാവതരണവും ഉണ്ടാകും. പൂരം CCTV സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും.
കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. എരുമപ്പെട്ടി കരിയന്നൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുരേഷ്, വിജയൻ, അബ്ദുൾ റഹ്മാൻ, നാരായണൻ നായർ, അശോകൻ, അനന്തൻ, വേലായുധൻ, ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. തണ്ടു കുത്തിമറിച്ച് കിഴങ്ങിന്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി. കുത്തിമറിച്ചിടാൻ ശ്രമം നടത്തിയ വാഴകളും പിന്നീട് നശിക്കുന്നതും വലിയ നഷ്ടമുണ്ടാക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ചെങ്ങാലിക്കോടൻ നേന്ത്രൻ കൂടാതെ സ്വർണ്ണമുഖി, കമ്പം തേനി നേന്ത്രൻ, മറ്റു നാടൻ വാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കൃഷിഭവനിൽ നിന്നും നിർദ്ദേശിച്ചതനുസരിച്ച് കൃഷിയിടത്തിനു ചുറ്റും കുപ്പികളിൽ വിവിധ ലായനികൾ കെട്ടിയിടുകയും വേലിക്കമ്പി 3 നിരയായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ്. വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 60 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന് 2016 ദേശീയ പ്ലാന്റ് ജിനോം സേവിയർ കമ്മ്യൂണിറ്റി പുരസ്കാരവും ലഭിച്ചിരുന്നു. കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. ജിടെക് കമ്പ്യൂട്ടേഴ്സിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ വേണ്ടാട്ടോ പണി കിട്ടുമെന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്ക് കടങ്ങോട് സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജിടെക് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ ലോഗോയുടെ പ്രകാശനം CCTV ന്യൂസ് എഡിറ്റർ രമ്യ സനിൽ നിർവഹിച്ചു. എരുമപ്പെട്ടി SI വിജയമണി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജിടെക് കടങ്ങോട് സെന്റർ ഡയറക്ടർമാരായ അഖിൽ, ഹരികൃഷ്ണൻ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ അതിഥികളായെത്തിയവർക്ക് സ്നേഹോപഹാരം നൽകി. കേരള സംസ്ഥാന ഫോക്ലോർ പുരസ്കാര ജേതാവ് ചെറമനങ്ങാട് മൂർത്താട്ടിൽ വീട്ടിൽ വാസുണ്ണി ആശാനെ CPM കിടങ്ങൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു. 60 വർഷത്തിലധികമായി ശാസ്താംപാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വാസുണ്ണി ആശാൻ. ഉടുക്കുവാദ്യം, ശാസ്താംപാട്ട്, അയ്യപ്പൻ വിളക്ക് എന്നീ രംഗത്ത് മഠപതിയായി പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിന് പുറത്തും വിവിധ സംസ്ഥാനങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ സുഗിജ സുമേഷ് പൊന്നാട അണിയിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ KK മണി ഉപഹാരം കൈമാറി. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KM അൻഷിദ്, ബ്രാഞ്ച് സെക്രട്ടറി KK ശ്രീനിവാസൻ, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൽ വഹാബ്, ബ്രാഞ്ച് അംഗം KK സുമേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ ചെറുതാലപ്പലിയോടനുബന്ധിച്ച് നടന്ന ദേശപൊങ്കാല ഭക്തിസാന്ദ്രം. ഭഗവതിക്ക് മുൻപിൽ പ്രത്യേകം അലങ്കരിച്ച പൊങ്കാല അടുപ്പിൽ ഭഗവതി മേൽശാന്തി കണ്ടകത്ത് ഭാസ്കരൻ നമ്പൂതിരി അഗ്നി തെളിയിച്ചു. തുടർന്ന് ക്ഷേത്ര മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ഭക്തകളുടെ പൊങ്കാല അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു. കീഴ്ശാന്തി ശിവകരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി സന്തോഷ് മാരാരുടെ ശംഖുവാദനത്തോടെ കുത്തുവിളക്കിന്റെ അകമ്പടിയോടെയാണ് അഗ്നി പകർന്നത്. നാരായണ പാരായണ സമിതിയുടെ ലക്ഷ്മി സ്തോത്ര ഗാനാലാപനവും ഉണ്ടായി. പൊങ്കാല അർപ്പിക്കാനെത്തിയവർക്ക് പ്രഭാത ഭക്ഷണവും പായസ പ്രസാദവും നൽകി. ഭാരവാഹികളായ ശശി വാർനാട്ട്, സേതു തിരുവെങ്കിടം, ബാലൻ വാർനാട്ട്, വിനോദ് കുമാർ അകമ്പടി, ശിവൻ കണിച്ചാടത്ത്, ഇ രാജു, ഹരി കൂടത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്രിസ്മസ് പുതുവത്സര സന്ദേശം കൈമാറുന്ന ഈ കാലഘട്ടത്തിൽ വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ ക്രിസ്മസ് ദിന പുതുവത്സര സന്ദേശം കൈമാറിയത് വേറിട്ട അനുഭവമായി. പ്രധാന അധ്യാപിക, സഹപ്രവർത്തകർക്കും അധ്യാപകർ, വിദ്യാർത്ഥി കുടുംബങ്ങൾക്കും പോസ്റ്റ് കാർഡ് അയച്ചാണ് സന്ദേശങ്ങൾ നൽകിയത്. അധ്യാപകരുടെ കയ്യെഴുത്തോടു കൂടിയ ആശംസാ കാർഡ് തങ്ങളുടെ പേരിൽ പോസ്റ്റൽ വഴി ലഭിച്ചത് കുട്ടികൾക്ക് പുതുമയുള്ള അനുഭവമായി. ഇത്തരത്തിൽ ആശംസാ കാർഡുകൾ എഴുതി സ്റ്റാമ്പ് പതിപ്പിച്ച് പോസ്റ്റൽ വഴി കാർഡുകൾ അയച്ചത് പഴയ ഓർമ്മകളെ വിളിച്ചുണർത്തുന്നതായിരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു. ചെറമനങ്ങാട് രാജീവ് നഗറിലെ കുരുന്നുകൾക്കും 102, 104 നമ്പർ അംഗൻവാടികളിലെ കുരുന്നുകൾക്കും 20ാം വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫു സ്പോർട്സ് കിറ്റും ക്രിസ്മസ് സമ്മാനങ്ങളും ഫുട്ബോളും മധുരവും നൽകി. കുട്ടികൾക്കും അംഗങ്ങൾക്കുമൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ശശി, ഉണ്ണിക്കുട്ടൻ, ബാബു, സുരേഷ്, നന്ദനൻ, രമേഷ്, സിറാജി, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. UAE-യിലെ കാണിപ്പയ്യൂർ പ്രവാസികളുടെ സംഘടനയായ സ്നേഹ കാണിപ്പയ്യൂർ 16ാം വാർഷിക സമ്മേളനം സ്നേഹസംഗമം 2025 ഷാർജ നെസ്റ്റോമിയ മാളിൽ നടന്നു. സീനിയർ പ്രവാസി സൈമൺ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് VK ഫറൂഖ് അധ്യക്ഷനായി. UAE-യിലെ കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സുധീഷ് ഗുരുവായൂർ മുഖ്യാതിഥിയായി. പ്രോഗ്രാം സ്പോൺസർമാരായ സുജിത്ത് തറക്കൽ, ഉണ്ണിയേറത്ത് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ 52 വർഷക്കാലം UAE-യിൽ പ്രവാസ ജീവിതം നയിച്ച സൈമൺ പുലിക്കോട്ടിൽ സംഘടനയുടെ സീനിയർ അംഗങ്ങൾ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
അലി നാസർ, വേണുഗോപാൽ രാമനിലയം, കിഷോർ വി, സലീം കെ, അശ്വതി ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ചെണ്ടമേളത്തിന്റെ അവതരണവും ഉണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,915 രൂപ, സ്വർണം പവന് 1,03,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കുന്നംകുളം മിഷൻ റോഡ് ചെറുവത്തൂർ പൗലോസ് മകൾ സൂസി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം മാർത്താറ്റ് മർത്തോമ സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതരായ ജോർജ്, ആനി എന്നിവർ സഹോദരങ്ങളാണ്. കുന്നംകുളം മാർ ഗ്രിഗോറിയോസ് റോഡിൽ കാഞ്ഞിരത്തെങ്കൽ മത്തായി ഭാര്യ ശാന്ത നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഷാജൻ, ചാർലി, മോഹൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. SDP-യുടെ പിന്തുണയിൽ UDF അധികാരത്തിൽ. LDF-ന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളോട് രാജിവെച്ച് ഒഴിയുവാൻ DCC നിർദ്ദേശം. നറുക്കെടുപ്പിലെ ഭാഗ്യം UDF-നെ തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം UDF-ന്. പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചു. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്രാംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDF-ന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CG രഘുനാഥ് ചൊവ്വന്നൂരിലെയും അഡ്വക്കേറ്റ് KK ഷിബു ചാവക്കാട്ടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.